വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോണത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മളിൽ ഒട്ടുമിക്ക പേരും ഇപ്പോ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ലൂഫ. ഇപ്പൊ പലരും ഒട്ടുമിക്ക പേരും പലരും യൂസ് ചെയ്യുന്നുണ്ടാവും ലൂഫ. ഇപ്പൊ പലരും ബോഡി വാഷിലേക്ക് ചേക്കേറിയതിന് പിന്നാലെ എല്ലാരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞിട്ടുള്ള ലൂഫ. അപ്പോൾ ഒട്ടുമിക്ക പേര് യൂസ് ചെയ്യുന്നത് ഈ ടൈപ്പ് ലൂഫകളായിരിക്കും. അതായത് പ്ലാസ്റ്റിക്കിന്റെ നല്ല പൂ പോലെ വിടർന്നു നിൽക്കുന്ന നല്ല ഉണ്ട ഷേപ്പിലുള്ള നല്ല ഭംഗിയുള്ള ഒരു ലൂഫകളായിരിക്കും നമ്മൾ പലരും ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൂഫകൾ. അപ്പോ ഈ ഒരു ലൂഫ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് പലർക്കും ഇപ്പൊ അതില്ലാതെ കുളിച്ചെന്നുള്ള ഫീൽ പോലും കിട്ടില്ലായിരിക്കും. ഇപ്പോ നമ്മൾ പെട്ടെന്ന് സോപ്പില്ലാതെ കുളിച്ച പോലെയൊക്കെ ആയിരിക്കും നമുക്ക് പലർക്കും ഫീൽ ചെയ്യാം, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ ലൂഫ ഇട്ട് കുളിക്കുമ്പോ ലൂഫ ഒരു ലോങ് ടൈമിൽ നമ്മൾ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷകരമായിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ പണ്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വല്ലപ്പോഴും ഇടയ്ക്ക് ഒരു ദിവസം വല്ല വാഴലും കീറിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരസി അതിനകത്ത് സോപ്പൊക്കെ ഇട്ട് പതപ്പിച്ച് ഒന്ന് വല്ലപ്പോഴേക്ക് കുളിക്കണത് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ആ ഒരു പ്രാക്ടീസ് നമ്മൾ സ്ഥിരമാക്കിയിരിക്കുകയാണ് ഇപ്പൊ ലൂഫ് ഉപയോഗിച്ചിട്ട് എല്ലാ ദിവസവും ബോഡി വാഷ് യൂസ് ചെയ്ത് അത് കുളിക്കാന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ലൂഫ് ഉപയോഗിക്കാതെ കുളിച്ചാൽ നമുക്ക് കുളിച്ചെന്ന് പോലും തോന്നില്ല. പക്ഷെ ഇത് ഒരു ഡെയിലി ബേസിസിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ബോഡിക്ക് വളരെയധികം പ്രശ്നങ്ങൾ, നമ്മുടെ ഫുൾ സ്കിന്നിന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പ്ലാസ്റ്റിക് ലൂഫകൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് റഫാവും. അതുപോലെ നമ്മുടെ സ്കിന്ന് ചിലപ്പോൾ പൊട്ടിന്ന് വരാം, ഭയങ്കര മൈന്യൂട്ട് ആയിരുന്നു. ചിലപ്പോൾ നമുക്ക് കാണില്ല, ഈ മുറിവുകൾ നമ്മൾ കാണില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവായിരിക്കും. അതുപോലെ തന്നെയുള്ള പ്രശ്നമാണ് നമ്മൾ ഈ സ്ഥിരമായിട്ട് ലൂഫ നമ്മൾ കഴുകിയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ഉള്ളില് പലതരത്തിലുള്ള ജംസുകൾ, അതായത് നമ്മൾ ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്തു നമ്മുടെ ബോഡിയിലുള്ള ഫുൾ അഴുക്കുകളൊക്കെ തുടച്ച് നീങ്ങി അതിന്റെ ഉള്ളിൽ ഉണ്ടാവും. അത് നമ്മൾ കഴുകുമെങ്കിലും അത് നല്ല രീതിയിൽ കഴുകിയില്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് വീണ്ടും ജംസ് വളരെയധികം മോശമായിട്ട് അതിന്റെ ഉള്ളിൽ ഗ്രോ ചെയ്യാനായിട്ടുള്ള സാഹചര്യം അതിനെ ഒരുക്കി കൊടുക്കും. വീണ്ടും നമ്മൾ അതെടുത്ത് യൂസ് ചെയ്യും, അത് വീണ്ടും നമ്മുടെ ശരീരത്തിലേക്ക് പിടിക്കും. അപ്പൊ ക്ലീൻ ആവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യം പിന്നീട് നമ്മുടെ ശരീരത്തെ വൃത്തികേടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് ഈ ലൂഫ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്ത് ഡെയിലി ബേസിസിൽ ലൂഫ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്ത് മൈക്രോ ടയേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഒരു ഡെയിലി ബേസിസ് ഒരു ലോങ് ടൈമിലേക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും മൈക്രോ ടയേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നില് നല്ല ബാക്ടീരിയാസ് ഉണ്ട്, ചീത്ത ബാക്ടീരിയാസ് ഉണ്ട്. ഈ നല്ല ബാക്ടീരിയാസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മുടെ ആന്റി ഏജിങ്ങിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് നല്ല ബാക്ടീരിയാസ്. ഇനി മോശമായിട്ടുള്ള ബാഡ് ബാക്ടീരിയാസ് നമ്മുടെ എയർ ഫോളിക്കിൾസിന്റെ ഉള്ളിലും അതുപോലെയും കയറിയിരുന്ന് വീണ്ടും ഫംഗൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ ലൂഫ വച്ച് നമ്മൾ ആദ്യം നല്ലോണം തുടച്ച് നീക്കി നമ്മുടെ ബാഡ് ബാക്ടീരിയാസ്, അതായത് ഗുഡ് ബാക്ടീരിയാസ്, നല്ല ബാക്ടീരിയനൊക്കെ ആദ്യമേ തുടച്ച് നീക്കി കളഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകാതെ നമ്മൾ തൂക്കിയിട്ട് നമ്മൾ ഒന്നാമത് കുറച്ച് നനവോടെ ആയിരിക്കും നമ്മൾ ബാത്റൂമിൽ ഇത് തൂക്കിയിടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ശരിക്കും നന്നായിട്ട് വാഷ് ചെയ്തില്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും കയറിയിരിക്കും. അപ്പൊ അതങ്ങനെ കയറിയിരുന്ന് അതിന്റെ ഉള്ളിൽ ഓൾറെഡി ബാഡ് ബാക്ടീരിയാസ് ഉണ്ട്, അതിന്റെ ഉള്ളിൽ വേറെയുള്ള ജംസും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ഇതെടുത്ത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ എയർ ഫോളിക്കിൾസിന്റെ ഇടയിലൊക്കെ ഇരുന്ന് സുഖമായിട്ട് ഇത് വളർന്നു വരും. അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഹാൻഡ്സും അതുപോലെ ലെഗ്സും നല്ലോണം നമ്മൾ ഹെയർ കളയുന്ന ആൾക്കാരാണെങ്കിൽ പിന്നീട് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ ഹെയർ കളഞ്ഞിട്ട് പിറ്റേ ദിവസം കുഞ്ഞു തരിതരിയായിട്ട് ഇത് വീണ്ടും വളർന്നു തുടങ്ങും. നമ്മുടെ ഹെയർസ് വളർന്നു തുടങ്ങുമ്പോഴത്തേക്കും ചെറിയ രീതിയിൽ ഇറിറ്റേഷൻ എന്തായാലും ഉണ്ടാവും. അതിന്റെ ഒപ്പം ഈ പറഞ്ഞിട്ടുള്ള ലൂഫകൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്കത് ഇറിറ്റേഷൻ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ സ്ട്രോബെറി ലെഗ്സും ഹാൻഡ്സും ഒക്കെ വരാനുള്ള ചാൻസുകൾ കൂടെ, ചെറിയ ചെറിയ ബംസ്, ഇതുപോലെയുള്ള ബംസുകൾ വരാനായിട്ടും ഈ പറഞ്ഞിട്ടുള്ള ബാക്ടീരിയാസ് സഹായിക്കുന്നതാണ് പെട്ടെന്ന് വരാനായിട്ട്.
അപ്പോ നിങ്ങൾ വിചാരിക്കും പിന്നെ എന്ത് വെച്ച് നമ്മൾക്ക് കുളിക്കാമെന്ന്. ഈ ലൂഫ ഒരിക്കലും സ്ഥിരമായിട്ട് യൂസ് ചെയ്യരുത്. ആഴ്ചയിൽ 1-2 പ്രാവശ്യം നമ്മൾ ലൂഫ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ പ്ലാസ്റ്റിക് ലൂഫകൾ ഉപയോഗിക്കാതിരിക്കുക. നമുക്ക് വേണമെങ്കിൽ രാമച്ചം അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കിപ്പോ യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഇതുപോലത്തെ ടവൽസ്. ഇത് മൈക്രോ ഫൈബർ ടവലാണ്. അപ്പൊ ഇതുപോലത്തെ ടവലുകൾ നമുക്ക് യൂസ് ചെയ്യാം. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ടവലുകൾ നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് യൂസ് ചെയ്യാതെ മാത്രം മതി. നമ്മുടെ കൈ കൊണ്ട് യൂസ് ചെയ്തിട്ട് പോകാനുള്ള ഇരിക്കുകൾ ഉണ്ടാവുള്ളൂ നമ്മുടെ ശരീരത്ത്. 2 നേരം എന്തായാലും കുളിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഇല്ലെങ്കിൽ പോലും ഒരു നേരം കുളിച്ചാൽ പോലും നമുക്ക് അതിനുള്ളതേ ഉണ്ടാവുള്ളൂ. നമ്മൾ നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് കുളിക്കുമ്പോഴത്തേക്ക് അത് പോയി കിട്ടും. അതൊന്നായാലും ഉറപ്പാണ്. അപ്പൊ അത്ര നമുക്ക് കുളിച്ചെന്ന ഒരു ഇത് തോന്നിയില്ലെങ്കിൽ രാമച്ച അല്ലെങ്കിൽ ഇതുപോലത്തെ ടവലുകൾ യൂസ് ചെയ്തിട്ട് ഇതിനകത്ത് കുറച്ച് ബോഡി വാഷ് അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സോപ്പ് എന്തെങ്കിലും ഇട്ട് നല്ലോണം ഇത് നനയ്ക്കുക. നല്ലോണം ഇത് എന്താ ചെയ്യാ ഇതിനകത്തിട്ടൊന്ന് പതപ്പിച്ച് നമ്മൾ ശരീരത്ത് ഒന്ന് നമ്മളെങ്ങനെ ലൂഫ യൂസ് ചെയ്യുന്ന അതുപോലെ തന്നെ യൂസ് ചെയ്യാം. ഇതിന്റെ ആവശ്യം കഴിയുമ്പോൾ നമ്മൾ നല്ല രീതിക്ക് എന്താ ചെയ്യുക, വെയിലത്തിട്ട് ഉണക്കി എടുക്കുക. അതുപോലെ നല്ലപോലെ നമ്മൾ തുണികൾ കഴുകണ പോലെ നല്ലവണ്ണം വെള്ളത്തിലിട്ട് നല്ലോണം അലമ്പി പിഴിഞ്ഞ് കഴുകി ഇത് വെയിലത്തിട്ട് ഉണക്കാം. അപ്പൊ ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ മാറി കിട്ടും. പക്ഷെ ലൂഫ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നനച്ചിട്ട് വീണ്ടും ടോയ്ലറ്റിൽ തന്നെ ഇടാണ്, നമ്മൾ വാഷ്റൂമിൽ തന്നെ ഇട്ട് വയ്ക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് കൂടുതലായിട്ടുള്ള ജെംസുകൾ വന്ന് പറ്റി വരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്ത് കൂടുതൽ എക്സ്ഫോലിയേഷൻ ആയി, ഞാൻ ഓൾറെഡി പറഞ്ഞു, കൂടുതൽ എക്സ്ഫോലിയേഷൻ ആയി നമ്മുടെ ശരീരത്തിന് തന്നെയാണ് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ വരാനുണ്ട്. ചെറിയ ചെറിയ ബംസ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താ പറയാ, ഈ കട്ടുകൾ ഉണ്ടാവും നമ്മുടെ ശരീരത്ത്. അത് നമ്മൾ അറിയില്ല. ചെറിയൊരു കട്ട നമുക്ക് കാണാൻ പോലും പറ്റില്ല. അതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ജംസ് കയറി പിന്നെ ബംസ് ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് അത് നമ്മുടെ വീണ്ടും സ്ട്രോബെറി ലെഗ്സ് ഒന്ന് മാറി കിട്ടാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കില്ല. അതുപോലെ അത് മാറാനായിട്ട് പോണുമില്ല. അപ്പൊ നമ്മൾ ഇപ്പോഴേ ലൂഫ ഉപയോഗിക്കുന്നത് കുറച്ച് കൊണ്ടുവരാണെങ്കിൽ മെയിൻലി ആയിട്ട് നിങ്ങൾ പ്ലാസ്റ്റിക് ലൂഫകൾ മാറ്റി നിർത്താം. അപ്പൊ തന്നെ പകുതി ആശ്വാസം ഉണ്ടാവും നമ്മുടെ ശരീരത്തിന്. അപ്പൊ അത് എന്തായാലും മാറ്റി നിർത്താം. പിന്നെ നിങ്ങൾക്ക് ഇപ്പോ ബോഡി ലോഷൻ സോപ്പ് യൂസ് ചെയ്താൽ തന്നെ നല്ലത്. നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പുകൾ മറ്റുള്ളവർ യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ മാത്രം യൂസ് ചെയ്യുന്ന പോലെ ആക്കാം. അതല്ലെങ്കിൽ ബോഡി ലോഷൻ തന്നെയാണ് നല്ലത്, ബോഡി വാഷുകൾ തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ നല്ലൊരു ശരിക്കും നല്ലൊരു ഇതാണ്. സോപ്പിനേക്കാൾ നമ്മൾ എപ്പോഴും കൈ ടച്ച് ചെയ്തുകൊണ്ടിരിക്കണില്ല, ലിക്വിഡ് ആണ്. അപ്പൊ ഒരു നല്ലത് എപ്പോഴും നമ്മുടെ ബോഡി വാഷുകൾ യൂസ് ചെയ്യാനായിട്ടായിരിക്കും ഏറ്റവും നല്ല ഒരു കാര്യം. അപ്പൊ ഏറ്റവും നല്ല ഒരു ബോഡി വാഷ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല വർക്കൗട്ട് ആയിട്ടുള്ള 2 ബോഡി വാഷുകളാണ്. ലിറിലിന്റെ ഒരു ബോഡി വാഷ്, ഈ ഒരു ബോഡി വാഷ് നല്ലൊരു ബോഡി വാഷാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ കറന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ബോഡിക്ക് ഒരു ലൈറ്റ്നിങ്ങും അതുപോലെ തന്നെ നല്ല എക്സ്ഫോലിയേഷനും ഒക്കെ കിട്ടുന്ന ഒരു ബോഡി ലോഷൻ വേണമെങ്കിൽ ഈ ഒരു അക്വാലോജിക്കയുടെ ഈ ഒരു ബോഡി വാഷ് യൂസ് ചെയ്ത്, ആക്സിഡന്റലി ഞാൻ വാങ്ങിയതാണ്, പക്ഷെ ഇത് യൂസ് ചെയ്തിട്ട് നല്ല ഇതാണ്, കുഴപ്പമൊന്നുമില്ല. ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ഈ കാണിച്ചു തന്നിട്ടുള്ള ലിറിലിന്റെ ഈ ഒരു ബോഡി വാഷ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നമുക്ക് എപ്പോഴും മാർക്കറ്റിൽ കിട്ടുന്നതാണ്. ലിറില് അതുപോലെ തന്നെ ഉള്ളതാണ് പിയേഴ്സ് അല്ല, ലെക്സും ലിറിലും നമുക്ക് എപ്പോഴും മാർക്കറ്റിൽ കിട്ടുന്നത്. അക്വാലോജിക്കയുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഞാൻ ആക്സിഡന്റലി വാങ്ങിച്ചപ്പോൾ അത് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അത്ര ഉള്ളതെന്ന് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.